ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചത്. ഇന്നൊന്ന് പറഞ്ഞു പോകാം. അവിടെ ആദ്യം പറയുന്നു, നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത കൊണ്ടാൽ കൊള്ളാമായിരുന്നു, അതേ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. അവിടെ പൗലോസ് ഏത് ബുദ്ധിഹീനതയാണ് പൗലോസിന്റെ പക്കലുള്ളത്? സ്വയം പ്രശംസിക്കുന്നതിനുള്ള ബുദ്ധിഹീനത. കാരണം താൻ ഒരിക്കലും തന്നെത്താൻ പ്രശംസിപ്പാനോ, 10ന്റെ അവസാനം പറഞ്ഞു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പറഞ്ഞ പൗലോസ് ഇവിടെ 11-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ എൻ്റെ പക്കൽ ബുദ്ധിഹീനത കൂർത്തുകൊള്ളണം. എന്ത് ബുദ്ധിഹീനത? താൻ തന്നെത്താൻ പ്രശംസിച്ചു. പക്ഷെ അത് സ്വയമായി ചെയ്തതാണ്. പക്ഷെ എങ്കിലും അത് താൻ ഉയരേണ്ടതിനോ തൻ്റെ നാമം വലുതാക്കേണ്ടതിനോ അറിയപ്പെടേണ്ടതിനോ ഒന്നും ചെയ്തതല്ല, നിർബന്ധത്താൽ ചെയ്തതാണ്. കാരണം കൊരിന്തിൽ കടന്നു വന്ന കള്ള ഉപദേഷ്ടാക്കന്മാർ അല്ലെങ്കിൽ ഫോൾസ് ടീച്ചേഴ്സ് അവരെ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. അതല്ലേ നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ അവർ പ്രസംഗിച്ചു, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം അവർ കൈക്കൊണ്ടു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെ അവർ കൈക്കൊണ്ടു എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടും അവരെ സ്വീകരിച്ചു എന്നാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയാം, അവര് തന്നെ ആ ഫോൾസ് ടീച്ചേഴ്സ് തങ്ങളെ തന്നെ പറയുന്ന ഒരു വേർഡാണ്, ഞങ്ങൾ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ എന്നാണ് പൗലോസ്. അതുകൊണ്ട് പറയാണ്, അവരെക്കാൾ ഞാൻ കുറഞ്ഞവനൊന്നും അല്ല എന്നുള്ള താൻ വ്യക്തമാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം പൗലോസ് പറയും, ഞാന് നിർബന്ധത്താലാ ചെയ്യുന്നത്, എനിക്ക് എന്നിൽ തന്നെ പ്രശംസിപ്പാൻ ഇഷ്ടമില്ല, പക്ഷെ നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പം അവര് നിർബന്ധിച്ചാൽ തന്നെയും പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അന്ന് അവരെ 3.5 വർഷക്കാലം അവരുടെ ഇടയിൽ നിന്ന് വചനം പഠിപ്പിച്ചു. അവർ ശരിക്കും ദൈവത്തെ നല്ലവണ്ണം അറിഞ്ഞവരായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ 1-ാം അധ്യായത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തു. അവര് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു, ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരുന്നു, വിശുദ്ധന്മാരായിരുന്നു. അങ്ങനെയുള്ളവർ ക്രിസ്തുവിന്റെ കൃപയിൽ ഉള്ളവരായിരുന്നു. അങ്ങനെയുള്ളവർ ഈ ഫോൾസ് ടീച്ചേഴ്സിന്റെ ടീച്ചിങ്ങിന് അകപ്പെട്ടു പോയിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുവാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് എനിക്കൊരു ഭയമുണ്ട്. കാരണം ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് എനിക്ക് ഭയമുണ്ട്. അതുപോലെ തന്നെ അവര് 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, അവര് അവിടുത്തെ ദുരുപദേഷ്ടാക്കന്മാരെ അല്ലെങ്കിൽ ഫോൾസ് ടീച്ചേഴ്സിനെ അംഗീകരിക്കുന്നതായിട്ടാണ് നാം കണ്ടത്. അതുകൊണ്ട് പൗലോസ് പറയാൻ, ഞാൻ ക്രിസ്തുവിന്റെ എരിവോടെ എരിയുന്നു. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്, പാപങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ദൈവമാണ്. അതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ദൈവം എങ്ങനെ ആ ആത്മീയ കാര്യങ്ങളിൽ ഇളവ് വരുത്തുന്ന അല്ലെങ്കിൽ അവര് അതിനെ എതിരായി ആത്മീയ കാര്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഏത് കാര്യങ്ങളിലും അവർ മികവ് കാട്ടുമ്പോൾ ദൈവം ഏത് നിലയിലാണ് അതിനെ കൈക്കൊള്ളുന്നത് എന്ന ആ നിലയിലാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ എരിവോടെ, ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു എന്ന് പറയുന്നത്. ദൈവത്തിന് ഇത് കാണുമ്പോൾ എങ്ങനെ കോപമുണ്ടാകുമോ, അവരോട് എങ്ങനെയുള്ള പ്രതികരണമാണോ, അതേ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എരിയുന്നത്. ഭയങ്കര വിഷമമുണ്ട് പൗലോസ് അപ്പോസ്തലന്. കാരണം ആ നിഷ്കളങ്കയും നിർമ്മലയുമായി ക്രിസ്തുവിനായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഒരു ജനസമൂഹം അതിൽ നിന്ന് തെറ്റിപ്പോയി. അതുകൊണ്ട് പൗലോസ് വ്യസനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പറഞ്ഞ, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ആ ദുരുപദേഷ്ടാക്കന്മാർ കൊരിന്ത്യരെയും ചതിച്ചു. അവര് പൗലോസും കൂട്ടരും പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പ്രസംഗിച്ചു. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെ പ്രസംഗിച്ചു. അതുപോലെ തന്നെ അവര്
കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം പ്രസംഗിച്ചു. അത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവരെ കൈക്കൊണ്ടു, അവരെ അംഗീകരിച്ചു, അവരോട് കൂടെ കൂട്ടുചേർന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ടാണ് എന്നിട്ട് 5-ാമത്തെ വാക്യം മുതൽ താൻ പറയുകയാണ്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. താൻ പിന്നെയും തുടർന്ന് പറയുകയാണ്, ഞാൻ പ്രശംസിക്കുക തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ ഇനിയും പ്രശംസിക്കും. നിങ്ങൾ ആ ഭോഷത്വം ഞാൻ പ്രശംസിക്കുന്നതിലുള്ള ആ ഭോഷത്വം നിങ്ങൾ എന്നോട് പൊറുക്കണം എന്നാണ് പറയുന്നത്. ഇനി ഞാൻ 5-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഇംഗ്ലീഷ് പറയുന്ന മോസ്റ്റ് എമിനന്റ് അപ്പോസ്റ്റൽസ് എന്നാ പറയുന്നത്. ഒന്നുകിൽ പൗലോസ് അപ്പോസ്തലൻ 12 അപ്പോസ്തലന്മാരെ കുറിച്ചായിരിക്കാം പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള ഫോൾസ് അപ്പോസ്റ്റൽസ് തന്നെ തങ്ങളെ തന്നെ പ്രശംസിക്കുന്ന, അല്ലെ തങ്ങളെ തന്നെ പറയുന്നത്, അവരുടെ ടൈറ്റിൽ എന്ന് അവർ പറയുന്നത് അവർ മോസ്റ്റ് എമിനന്റ് അപ്പോസ്റ്റൽസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഏത് വിധത്തിലാണെങ്കിലും നമ്മൾക്ക് എടുക്കാം. അത് ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ, ഞാൻ ആ 12 പേരെക്കാൾ ഒട്ടും കുറഞ്ഞവനുമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഫോൾസ് ടീച്ചേഴ്സ് അവരെ തന്നെ പറയുന്നത് അവര് മോസ്റ്റ് എമിനന്റ് അപ്പോസ്റ്റൽസ് എന്നാ. അപ്പൊ അവരെക്കാളും ഞാൻ കുറഞ്ഞവനൊന്നും അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും തന്റെ അപ്പോസ്തലത്തെ കുറിച്ച് പ്രശംസിക്കുകയോ തന്റെ നേട്ടങ്ങളെ കുറിച്ച് അങ്ങനെ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മള് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, ഞാൻ വിശുദ്ധന്മാരിൽ ഒരുത്തൻ മാത്രമാണ്. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ വിശ്വാസികളില്, അപ്പം ദൈവത്തെ കർത്താവിനെ സ്വീകരിക്കുന്നവര്, വേർപെട്ടവരില്ല. അപ്പൊ അവരിൽ ഒരുത്തൻ മാത്രമാണ്, ഞാൻ നിങ്ങളെ പോലെ ഒരുവൻ മാത്രമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ തീമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ താൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പറയുന്നുണ്ടല്ലേ. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് ഇവിടെ പറയുന്ന അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലൻ എന്ന് പറയുന്നത്. നമുക്കറിയാം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നമ്മൾ പഠിച്ചതല്ലേ, അവിടെ എങ്ങനെയാ പറയുന്നത്? അകാല പ്രജ എന്നാ പറയുന്നത്. അകാല പ്രജ എന്ന് പറഞ്ഞാൽ എന്തോ, പൂർണ്ണ വളർച്ചയില്ലാതെ ഉണ്ടായ ഒരു സന്തതി എന്നാണ് അതിന്റെ അർത്ഥം. പൂർണ്ണ വളർച്ചയെത്താതെ ജനിച്ചതെന്നാ പറയുന്നത്. അപ്പൊ ഞാന് അങ്ങനെയുള്ള ആളാ. പക്ഷെ ഞാൻ ആയിരിക്കുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ കൃപയാലാണ്. മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ അധികമായി ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയത്നിച്ചു, അല്ലെ. എന്നിട്ടും ഞാൻ അവരെക്കാളൊന്നും കുറഞ്ഞവനല്ല, പക്ഷെ ഞാൻ അവരെക്കാളൊക്കെ താഴ്ന്നവനാണ്. അതുപോലെ തന്നെ അത് ഞാൻ ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയാല, എന്റെ മിടുക്കൊന്നും അല്ല എന്നാ പറയുന്നത്, അല്ലെ. നമുക്കൊന്ന് വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. 1 കൊരിന്ത്യർ 15-ന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. ഏറ്റവും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിന് അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. കണ്ടോ, ആ ഒരു പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഏറ്റവും ചെറിയവനാ, പക്ഷെ ആ ദൈവസഭയെ ഉപദ്രവിച്ചവനാൽ അപ്പോസ്തലൻ എന്ന പേരിന് പോലും യോഗ്യനല്ല. എങ്കിലും ഞാനാകുന്നു ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ അത്രേ. അപ്പം പൗലോസ് അപ്പോസ്തലൻ തന്നിൽ തന്നെ പ്രശംസിപ്പാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. തന്നെ ഏറ്റവും താഴ്ത്തിയവനായി, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുയേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയാനായിട്ട് കാരണം, തന്നെ വിമർശിക്കുന്നവര് തങ്ങൾ വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് അവര് മോസ്റ്റ് എമിനന്റ് അപ്പോസ്റ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചതി വാക്കുകളാല് കൊരിന്ത്യരെ വശീകരിച്ചു കളഞ്ഞു. അപ്പൊ അവര് പറയുകയാണ്, നിങ്ങൾ ആ കാണുന്നവരിൽ നിന്നൊന്നും ഞാൻ കുറഞ്ഞവനൊന്നും അല്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ പ്രശംസിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. അനേകം പ്രസിദ്ധരായ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പാർട്ടിയോ ഒരു മീറ്റിങ്ങോ എന്നൊക്കെ പറയാം. അവിടെ ഒരു ഫേമസ് ആയുള്ള ഒരു വ്യക്തി ആ സദസ്സിൽ ഒരു എന്താ പറയുക, ഒരു സാംസ് 23 സങ്കീർത്തനം 23 ഇങ്ങനെ റിസൈറ്റ് ചെയ്തു. അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് കൈയെടുത്തു, നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു, അത് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ
ആ സദസ്സിൽ വന്നിട്ട് സാംസ് 23 പറയാനായിട്ട് ഇങ്ങനെ ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചപ്പോ എല്ലാവരും ഒരു പ്രായമുള്ള നല്ല ഭാരമുള്ള മനുഷ്യൻ, വലിയ പത്രാസൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ആദ്യം ഭയങ്കര കളിയാക്കി ചിരിച്ചെങ്കിലും അയാൾ ആ മനുഷ്യൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഭയങ്കര കൃത്യമായിരുന്നു സംസാരിച്ചത്. കുറേ സമയത്തേക്ക് അവിടെ നിശബ്ദത അനുഭവപ്പെടുകയും എല്ലാവരും ഒരു ആത്മീക അനുഭവത്തിലേക്ക് വരികയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒന്നാമത് പറഞ്ഞ ആള് ഈ മനുഷ്യനോട് പറയുകയാണ്, എനിക്ക് പോയം അറിയാം, പക്ഷേ എനിക്ക് ആ ഷെപ്പേഡിനെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സങ്കീർത്തനം പുള്ളിക്ക് അറിയാമെങ്കിലും അത് ആരെ പറ്റി പറഞ്ഞിരിക്കുന്നോ അയാളെ അറിഞ്ഞില്ല. അപ്പൊ ആ വൃദ്ധനായ മനുഷ്യൻ ശരിക്കും ആ ഷെപ്പേഡിനെ, ആ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ് ആ മനുഷ്യൻ തന്റെ അനുഭവത്തിൽ നിന്ന് ആ സാംസ് 23 പറഞ്ഞപ്പോൾ അവർക്ക് അത് ഹൃദ്യമാകുവാനും അങ്ങനെ അനുഭവത്തിലേക്ക് അവരായിത്തീരും. അതുപോലെയാണ് പലരും പ്രസംഗിക്കുന്നത് ദൈവത്തെ അറിയാതെ. അങ്ങനെ പ്രസംഗിക്കും വശീകരണ വാക്കുകളാൽ. അതേ പൗലോസ് ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ ഇടയിലുള്ള കള്ള അപ്പോസ്തലന്മാർ അവർ തന്നെ തന്നെ ഉയർത്തി നിങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റി, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. വാക്ക് പറയാൻ ഒത്തിരി നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും, ജോലി സ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും കാണുന്നതല്ലേ. ചിലവർ വശീകരിച്ച് കാണാൻ വശീകരിക്കുന്നവരാ, അല്ലെ? നല്ല വാക്കുകൾ പറയും. ജോലി സ്ഥലത്താണെങ്കിൽ നല്ലോണം വർത്താനം പറയും, പക്ഷെ പണി ചെയ്യാനൊന്നും അവരെയൊന്നും കൊള്ളുകയില്ല. അങ്ങനെയുള്ളവരുണ്ടല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കുമോ അവര് നല്ല പണിയുണ്ട്, പക്ഷെ അടുത്തറിയുമ്പോഴേ അറിയത്തുള്ളൂ. അങ്ങനെ പക്ഷെ പൗലോസ് അപ്പോസ്തലനും ഇവിടെ ഇതാണ് സംഭവം. കൊരിന്ത്യരിലും ഇതുപോലെ ഇവിടെയാണ് എങ്ങനെയാണ് സംഭവിച്ചത്. അവരെല്ലാവരും വാക്സാമർത്ഥ്യമുള്ളവരായിരുന്നു, അവർ കാണാൻ ഉന്നതന്മാരായിരുന്നു. അങ്ങനെയൊക്കെ അവരുടെ വാക്കുകളാൽ കൊരിന്ത്യർ വലഞ്ഞുപോയി. അതിന് സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ അവരും കൊരിന്ത്യരെ ചതിച്ച് അവരുടെ വലയിൽ ആക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ പോളിഷ്ഡ് വാക്കുകൾ, പൗലോസിന്റെ പോളിഷ്ഡ് വാക്കുകളൊന്നും ഇല്ലായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്ത് എന്തെന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, എനിക്ക് പോളിഷ്ഡ് വാക്കുകളുടെ ആവശ്യം ഒന്നുമില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ് അവരോട്, അവരെ ഒന്ന് വായടപ്പിക്കാൻ വേണ്ടി, കൊരിന്ത്യർ തിരിച്ചു ദൈവത്തിങ്കിലേക്ക് വരുവാൻ വേണ്ടി, മാനസാന്തരത്തിന്റെ പാതയിലേക്ക് വരുവാൻ വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, ഞാന് മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറയുന്നു. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 12:11 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഏതുമില്ല, വായിക്കുന്നില്ല മൊത്തം, ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. 11:6 നമുക്ക് വായിക്കാം. ഞാൻ വാക് സാമർഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല, ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയല്ലോ. ഞാൻ വാക് സാമർഥ്യമില്ല. ഒരു പൗലോസ് ഒരു എലഗന്റ് സ്പീക്കർ ഒന്നും ആയിരുന്നില്ല. നമുക്കറിയാം അപ്പല്ലോസ് ഒക്കെ വാഗ്മി ആയിരുന്നു, പക്ഷെ പൗലോസ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പൗലോസിനെ പറ്റി പറയുന്നത് ആ ശരീരസന്നി ബലഹീനമാണെന്ന് ഒക്കെയല്ലേ പറയുന്നത്. അപ്പൊ ഒരു ചെറിയ മനുഷ്യൻ, 5 അടി പൊക്കം പോലും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ ആയിരുന്ന പൗലോസ് നല്ല വാക്സാമർത്ഥ്യം ഉള്ളവനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയാൻ, ഞാൻ വാക്സാമർത്ഥ്യം ഇല്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല, ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഏത് തരത്തിലും വെളിപ്പെടുത്തിയല്ലോ. അപ്പൊ നമ്മള് കൊരിന്ത്യർ അല്ല ഗ്രീക്കുകാരെ കുറിച്ച് നമ്മള് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു പറയുന്നുണ്ട്, അല്ലെ? യഹൂദന്മാർ അടയാളം ചോദിക്കും, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നത്. അപ്പൊ ഗ്രീക്കുകാർ എപ്പോഴും ജ്ഞാനം അന്വേഷിക്കുന്നവരായിരുന്നു. അവരെപ്പോഴും ജ്ഞാനികളെന്ന് തങ്ങളെ തന്നെ പറയുന്നവരായിരുന്നു. അതുകൊണ്ട് അവർ ആ വാക്സാമർത്ഥ്യത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ എലുക്കന്റ് ആയിട്ട് സംസാരിക്കുന്നവർക്കൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ ട്രെയിൻ ചെയ്യുന്ന സ്കൂളുകളും ഉണ്ടായിരുന്നു ആ കൊരിന്ത് ഭാഗങ്ങളിലൊക്കെ. അപ്പൊ പിന്നെ നല്ല എലുക്കന്റുമായിട്ട് സംസാരിക്കുന്ന അതൊക്കെ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിരുന്നു. വലിയ ജ്ഞാനത്തോടു കൂടെ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൗലോസിന് അങ്ങനെ അവരെ പോലെ വാഗ്മിയൊന്നും ആയിരുന്നില്ല. അപ്പം പോള് കാഴ്ചയിലും കുറിയവനായിരുന്നു, വാക്കിലും മികച്ചവനായിരുന്നില്ല. അതുകൊണ്ട്
നമ്മളെ 2 Corinthians 10:10 പറയുന്നേ, ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവും അത്ര എന്ന് ചിലർ പറയുന്നല്ല. കൊരിന്തിലെ ആൾക്കാരെയൊക്കെ അങ്ങനെ പറഞ്ഞതാ. ശരീരസന്നിധി, അവൻ ചെറിയ ആളാണ്, അവനെ കാണാനൊന്നും കൊള്ളുകയില്ല, പക്ഷെ വാക്ക് പോലും നിന്ദ്യമാണ്, പക്ഷെ ലേഖനങ്ങള് മികവുറ്റതാണെന്നും പറയുന്നുണ്ടല്ലേ. അപ്പം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരിലേക്ക് ആദ്യം വന്ന സമയത്ത് അവരോട് കൂടെ ഇരുന്നപ്പോ അവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പൗലോസിനെ അംഗീകരിക്കുകയും പൗലോസിന്റെ വചനം കേൾക്കുകയും ഒക്കെ ചെയ്തവരായിരുന്നു. പക്ഷെ അവർക്ക് ശേഷം വന്ന കള്ള അപ്പോസ്തലന്മാർ അവരെ വഞ്ചിക്കുകയാണ് ചെയ്തത്, അവരെ ചതിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മൾക്കറിയാം, 1-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ തുടങ്ങിയാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ വായിക്കാം 2:1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ പ്രഭാവത്തോടെ ഒന്നുമല്ല വന്നതെന്ന് പറയുന്നുണ്ട്. വായിക്കാം, 1 Corinthians 2:1 മുതലുള്ള വാക്യങ്ങൾ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ നിങ്ങളോട് വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ നിർണയിച്ചു. 3-ാമത്തെ വാക്യം, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ എന്താ അങ്ങനെ പറയാനായിട്ട് കാരണം, പൗലോസ് അപ്പോസ്തലൻ അനേകം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അല്ലേ. യഹൂദന്മാരിൽ വലിയ പരീശനായിരുന്നു, നല്ല വിദ്യാഭ്യാസമുള്ളവനായിരുന്നു, ഗമാലിയേലിന്റെ അടുക്ക ഇരുന്ന് പഠിച്ചവനായിരുന്നു. എങ്കിലും തന്റെ ആ ലോകപരമായ ജ്ഞാനം ഒന്നും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് പറയുവാനായിട്ട് താൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നമുക്കറിയാം, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനായിട്ട് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് ഡമസ്കോസിലേക്ക് പോകുമ്പോഴാണ് കർത്താവിനാൽ പിടിക്കപ്പെട്ടത്. അത് സന്നിധി സംഘത്തിലെ ഒരു അംഗമായിരുന്നു പൗലോസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ വലിയ അധികാരത്തിലുള്ള ആളായിരുന്നു പൗലോസ്. പക്ഷെ പൗലോസ് അങ്ങനെ ഒന്നും ചെയ്തില്ല. താൻ തന്നെ ബലഹീനതയോടായിരുന്നു. എന്റെ മാനുഷികമായ ജ്ഞാനം ഒന്നും ഞാൻ ക്രിസ്തുവിന്റെ ക്രൂശിൻ പറയുന്നിടത്ത് അതിൽ പ്രസംഗിക്കുന്നത് പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേട്ടാ മതി. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നു. അപ്പൊ ഞാൻ മനുഷ്യരുടെ ജ്ഞാനം കൊണ്ടൊന്നും നിങ്ങളുടെ അടുക്കൽ വന്നില്ല. എന്റെ വചനവും എന്റെ പ്രസംഗവും മനുഷിക വാക്കുകൾ, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലൊന്നും ആയിരുന്നില്ല. അവിടെ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ് നിങ്ങൾ കണ്ടത്. എന്നിട്ട് 6 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ഏത് ജ്ഞാനമാ ഞങ്ങൾ പ്രസംഗിച്ചത്? അവര് ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്. 7, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. കാരണം അവര് ജ്ഞാനം അന്വേഷിക്കുന്നത്. പക്ഷെ ഇവർക്കൊക്കെ ഭോഷത്വമാ. അത് ക്രൂശിൽ ഒരുവൻ മരിച്ചു കിടക്കുന്നു അല്ലെ, ശാപമായി തീർന്ന ഒരു കോശം. റോമ സാമ്രാജ്യത്തിന്റെ അല്ലെ റോമ അധികാരത്തിന്റെ സമയത്ത് ആ ക്രൂശ് എന്ന് പറയുന്ന ഒരു നികൃഷ്ടമായ ഒരു മരണമായിരുന്നു അത്. ഭയങ്കരമായ കൊലക്കുറ്റം ചെയ്തവരോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ശിക്ഷയായിരുന്നു ക്രൂശിലെ മരണമെന്ന് പറഞ്ഞ. സാധാരണ ജനങ്ങൾക്ക്, യഹൂദന്മാർക്കൊന്നും അത് കൊടുത്തിരുന്നില്ല. അങ്ങനെ അവര് നോക്കുമ്പോൾ ബലഹീനനായി ക്രൂശിൽ കിടന്ന ഒരു കർത്താവിനെയാ കാണുന്നത്. അപ്പൊ അങ്ങനെ അവര് ആ ക്രൂശിന്റെ മഹിമ അറിഞ്ഞിരുന്നു എങ്കിൽ, അവർ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നു എങ്കിൽ ആ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കയില്ലായിരുന്നു. പക്ഷെ 9-ാമത്തെ വാക്യം എങ്ങനെയാ പറയുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്നും അങ്ങനെയല്ലേ?
യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന അനേകരുണ്ട്, യേശുവിന്റെ വാക്കുകളെ പറയുന്നവരുണ്ട്. സ്വാമി വിവേകാനന്ദൻ മുതൽ ഗാന്ധി വരെ നിരാഹാരം ഒക്കെ ആ ക്രൂശിനെ ക്രിസ്തുവിനെ വായിച്ചിട്ടൊക്കെ അവരൊക്കെ അതൊക്കെ ചെയ്തത്. എങ്കിലും അവരാരും ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിച്ചില്ല, ക്രിസ്തുവിന്റെ വാക്കുകളാ വിശ്വസിച്ചത്, അല്ലെ? പർവ്വത പ്രസംഗങ്ങളൊക്കെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പല ഭരണഘടനകളുടെയും ആധാരമായിരിക്കുന്ന പർവ്വത പ്രസംഗത്തിലെ വാക്കുകളാ. പലരും നമ്മുടെ ഭരണഘടനയിലൊക്കെ ഉണ്ട്. എല്ലാം അതിൽ നിന്നൊക്കെ ആധാരമായിട്ട് എടുത്തേക്കുന്ന വാക്കുകളെ എടുത്തിട്ടുണ്ട്. പക്ഷെ തങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തു ആണ് എന്ന് അവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അതാണ് കർത്താവ് പറയുന്നത്, ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം പോഷത്വമാക്കി കളഞ്ഞു. കാരണം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട്, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം എന്താ ചെയ്തത്? വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷകത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷകത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കാരണം നമ്മള് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന ആളെ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുമെന്ന് പറയുന്നതൊക്കെ ഭയങ്കര എന്താ പറയുന്നത്, ലോകത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അത് വരും പോഷത്വമായല്ലേ. നമ്മൾ മറ്റു സഭകളിലും മറ്റ് കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ എവിടൊക്കെ ക്ഷേത്രങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോയി എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി, എന്താ പറയുന്ന തുലാഭാരം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഉരുളുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മോക്ഷം പ്രാപിപ്പാൻ വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ ഒന്നും ഇതിന് കാരണമല്ല. നിങ്ങൾ വെറുതെ ആ ക്രൂശിൽ കിടന്ന ഒരു കർത്താവിനെ വിശ്വസിച്ചാൽ മാത്രം പറയുമ്പോൾ, ഇവര് പറയുന്നല്ലോ ജസ്റ്റ് വിശ്വാസം മാത്രം മതി, ഞങ്ങൾ ഈ പ്രവൃത്തികളൊക്കെ കൊണ്ട് കാണിച്ചിട്ടും ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല, വരാൻ പിന്നെ ഇങ്ങനെ വിശ്വസിച്ചാൽ എങ്ങനെയാ രക്ഷയാവുന്നേ? ഇതാണ് ലോകത്തിന്റെ ജ്ഞാനം. അപ്പം അവിടെ പറയുകയാണ് ഈ 10ാമത്തെ വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പം നമുക്കിത് മനസ്സിലാകുവാനായിട്ട് കാരണമായി തീർന്നത് നമ്മുടെ ജ്ഞാനമല്ല, നമ്മുടെ ബുദ്ധിയല്ല, ഒന്നുമല്ല. അത് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ലോകത്തിന്റെ പ്രസംഗം കേൾക്കുന്നവരുടെ പുറകെ പോകാൻ എത്രയോ ആൾക്കാരാ, അല്ലെ? ദൈവവചനം സത്യവചനം പ്രസംഗിക്കപ്പെടുന്നിടത്ത് ആളുകളില്ല. കാരണം അത് വശീകരണ വാക്കുകളല്ല, അത് കർണരസമാകുമാറ് വാക്കുകളല്ല, അത് മോഹം ജനിപ്പിക്കുന്ന വാക്കുകളല്ല, അത് എന്നെ ഈ ലോകത്തിലേക്ക് നയിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് ലോകത്തിന് ദൈവത്തിന്റെ വചനം ഇഷ്ടമില്ലാതെ ഇരിക്കുന്നത്. കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് 13ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, അത് ഞങ്ങൾ ഞാൻ ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ഇത് ആത്മീകന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങൾ. കർത്താവിന്റെ വാക്കുകളെ ഉദ്ധരിച്ചത് കൊണ്ടോ, കുറച്ച് ക്രിസ്തീയ ഗാനങ്ങൾ പാടിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഭക്തി ഗാനങ്ങൾ പാടിയത് കൊണ്ടോ, നമുക്കറിയാം ചില ആക്ടേഴ്സ് ഒക്കെ ചില ക്രിസ്തീയ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ അയ്യോ അവർ അത് പാടി എന്നും പറഞ്ഞിട്ട് അതിനെ ഫോർവേഡ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും അറിഞ്ഞുകൊണ്ടല്ല, വെറുതെ ഒരു പ്രശസ്തിക്ക് വേണ്ടി പാടുന്നതല്ല. പക്ഷെ ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് ഭൂഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അത് ഈ ലോകം അത് പോഷത്വമായി കാണുന്നു, പക്ഷേ നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതാ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ ആ എഫെസ്യ ലേഖനത്തിലും താൻ പറയുന്നുണ്ട്, ക്രിസ്തുവില് എനിക്ക് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ഒരു മർമ്മം
മനസ്സിലായിരിക്കുന്നു. ആ മർമ്മം നിങ്ങൾക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ നിന്ന് എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാമെന്നൊക്കെ പറയുന്നു. ഞാൻ വായിച്ചു വിടുന്നില്ല. എഫേസ്യർ 3:1-5 വരെയുള്ള വാക്യങ്ങളാ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു മർമ്മം എനിക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞു. അത് നമ്മൾക്കും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതും ദൈവത്തിന്റെ ആത്മാവ് നമ്മോടും ഇപ്പോൾ കൃത്യമായി സംസാരിക്കുന്നു. നമുക്കും അത് മനസ്സിലാകുന്നു. ഗലാത്യ ലേഖനം 1:11 ഇങ്ങനെ പറയുന്നു. ഞാന് ഗലാത്യർ 1:11 സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിക്കുന്നത്. അത് നമ്മളും കേൾക്കുന്ന സുവിശേഷം മാനുഷികമല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അപ്പം അവരുടെ ഇടയിലുള്ള ഇടയിൽ കടന്നു വന്ന ഉപദേഷ്ടാക്കന്മാർ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അവരെ പഠിപ്പിച്ചു. അതുകൊണ്ട് അവരുടെ വാക്കുകൾ മാധുര്യമായിരുന്നു, അവർ വാക്ക് സാമർഥ്യമുള്ളവരായിരുന്നു, അവരുടെ ശരീരസന്നിധി നല്ലതായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ആ സർപ്പം ഹവ്വയെ ഉപായത്താൽ വശീകരിച്ചതുപോലെ അവരും അവരിലേക്ക് കൊരിന്ത്യ സഭയെ വശീകരിച്ച് കളയുവാനായിട്ട് ഇടയായി തീർന്നത് കൊണ്ട് കൊരിന്ത്യർ പൗലോസും കൂട്ടരും പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ അവർ പ്രസംഗിച്ചപ്പോൾ അതിനെ കേൾക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തതിനാൽ പൗലോസിന് ഇപ്പോൾ തന്നെ പ്രശംസിപ്പാൻ ഇടയായി തീർന്നു. എന്നിട്ട് പറയുകയാണ്, അത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും വെളിപ്പെടുത്തിയല്ലോ. ഞങ്ങള് എന്താ പറയുന്നേ, ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും വെളിപ്പെടുത്തിയല്ലോ. എല്ലാവരെക്കാളും അത് ഏറ്റവും അറിയാവുന്ന കൊരിന്ത് സഭയ്ക്കും ആയിരുന്നു അല്ലേ. ഏറ്റവും അധികം കാലം പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ 2 വർഷത്തോളം താമസിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ അത് കഴിഞ്ഞ് കൊരിന്ത്യരിലായിരുന്നു പൗലോസ് അപ്പോസ്തലൻ 1.5 വർഷക്കാലം താമസിച്ച് അവരോട് കൂടെ ഇരുന്ന് വചനം സംസാരിച്ചു. അപ്പൊ അവർക്ക് നല്ലവണ്ണം അറിയാം. പൗലോസിന്റെ വാക്കുകളാലാണ് അവര് ദൈവത്തിങ്കലേക്ക് വന്നവര്. ആ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ആൾക്കാര് മറ്റു സഭകളെയൊക്കെ നോക്കുമ്പോഴേ കൊരിന്ത്യര് ഭയങ്കരമായ വിഗ്രഹാരാധനയിലും മറ്റുള്ള എല്ലാ ആചാരങ്ങളിലും നടന്നിരുന്ന ഒരു കൊരിന്ത് ആൾക്കാരായിരുന്നു. അവരിൽ നിന്ന് ഒരു കൂട്ടത്തെ ദൈവത്തിനു വേണ്ടി വേർതിരിപ്പാൻ പൗലോസ് അപ്പോസ്തലന് കഴിയുമെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം ദൈവത്താൽ വെളിപ്പെട്ട് കിട്ടിയതാണ്. കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതായിരുന്നു. അതുകൊണ്ടാണ്. എന്നാൽ നമ്മള് തെസ്സലോനിക്ക ലേഖനത്തില് പഠിക്കുമ്പോൾ തെസ്സലോനിക്ക ലേഖനം ഇങ്ങനെ പറയുന്നുണ്ട്. അവര് തെസ്സലോനിക്കക്കാരെ കുറിച്ച് പറയുന്ന അവർ പൗലോസിന്റെ വാക്കുകളെ മനുഷ്യരുടെ വാക്കുകളായിട്ടല്ല, ദൈവത്തിന്റെ വാക്കുകളായിട്ട് തന്നെ ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട്. ഇവരും ഒരു കാലത്ത് അങ്ങനെ ഏറ്റെടുത്തവരായിരുന്നു. നമ്മള് പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചു വരുമ്പോഴേ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഒരു ജനമുണ്ടല്ലോ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിയർ വന്നപ്പോഴേ അവിടെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അവര് മരുഭൂമിയിൽ വെച്ച് പെറുപെറുത്തു എന്ന് കാണുന്നുണ്ട്. ആ പെറുപെറുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ആദ്യം, എനിക്ക് ഓർമ്മയില്ല വാക്യം ഏതാണെന്ന്, പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഒരു സമ്മിശ്ര ജാതി എന്നാ പറഞ്ഞല്ലേ. അപ്പൊ അവരുടെ കൂടെ നിന്ന് വന്ന ആൾക്കാർ എന്ന് വെച്ചാൽ അവരിൽ നിന്ന് ചിലർ മിസ്രൈമരെ വിവാഹം കഴിച്ച് കാണുമായിരിക്കാം. അങ്ങനെയുള്ള മക്കൾ ഉണ്ടായി കാണാം. അങ്ങനെയുള്ള ഒരു സമ്മിശ്ര ജാതി ഇസ്രയേലിയരല്ല ആദ്യം കുറ്റം പറഞ്ഞത്, ആ സമ്മിശ്ര ജാതി പിറുപിറുത്തുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവരും കടന്നു വന്നവര് നമുക്കറിയാം ഒരു ഭൂരിപക്ഷം, ഒരു ചെറിയ ഒരു കൂട്ടം മാത്രമേ പൗലോസിനെ എതിർത്തതായിട്ട് ഉണ്ടായുള്ളൂ. കൊരിന്ത്യരില് അനേകരും പൗലോസിനെ അനുകൂലിക്കുന്നവരായിരുന്നു. പക്ഷെ ഇവിടെ ഒരു സമ്മിശ്ര ജാതി കടന്നുകൂടിയെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് കഴിയും. കാരണം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ സാധാരണ മനുഷ്യരിൽ ഒന്നും നടങ്ങാത്ത ദുർനടപ്പാ നിങ്ങളുടെ ഇടയിൽ കാണും, ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ വിശ്വസിക്കാത്തവരെ, രക്ഷിക്കപ്പെടാത്തവരെല്ലാം സഭയിൽ കടന്നു കൂടിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്നത്തെ സഭയിൽ ഇത് തന്നെയാണ് ഗതി. കർത്താവിനെ അറിയുന്ന ആരും
ബഹളം വെക്കാനൊന്നും പോകത്തില്ല. നമുക്കറിയാം അത് സഭയിലെ ഏറ്റവും പ്രശ്നം നടക്കുന്നത് കമ്മിറ്റി മീറ്റുകളിലാണ് അല്ലേ? അങ്ങനെ വരുമ്പോഴേ കൂടുതൽ ചലിക്കുന്ന ആൾക്കാരെ അറിയാമല്ലോ. അവരാരും ദൈവത്തിന്റെ ജ്ഞാനം ഉള്ളിലുള്ളവരൊന്നും അല്ല. അവര് ശരിക്കും ദൈവത്തിന്റെ പരിജ്ഞാനം ഉള്ളവരൊന്നും അങ്ങനെയുള്ളതൊന്നും ചെയ്യാനൊന്നും ഒക്കത്തില്ല. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം ആ പരിജ്ഞാനമുള്ളവരൊക്കെ അടങ്ങിയിരിക്കത്തേ ഉള്ളൂ അല്ലേ? അപ്പം ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അവരിൽ നിന്ന് കടന്നുകൂടിയ അല്ലെ നുഴഞ്ഞു, ഗലാത്യലേഖനം പറയുന്ന പോലെ നുഴഞ്ഞു കയറിയ സഹോദരന്മാരെന്ന് പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കും ഇവിടെ കേറിയിട്ട് മറ്റുള്ള ഉപദേഷ്ടാക്കന്മാരോട് കൂട്ടുകൂടിയിട്ട് പൗലോസിനെ അവര് വില കുറഞ്ഞതായി എണ്ണി പൗലോസിനെ വിമർശിക്കാൻ ഏത് വിധത്തിലും കാരണം കണ്ടെത്തുകയായിരുന്നു അവര്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയാം, അത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും വെളിപ്പെടുത്തിയല്ലോ. അപ്പം ആ ദൈവവചനം ശക്തിയോടെ സംസാരിപ്പാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമായി വെളിപ്പെടുന്നു. എനിക്കിനി ഒരു ശ്ലാഘ്യപത്രത്തിന്റെ ആവശ്യമില്ല. എന്റെ ശ്ലാഘ്യപത്രം നിങ്ങളാ. കാരണം എന്റെ ശുശ്രൂഷയിലാണ് കൊരിന്തിൽ ഒരു ദൈവസഭ ഉളവാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പൊ നിങ്ങളെ നോക്കുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാ നിങ്ങളുടെ ഇടയിൽ ദൈവവചനം പ്രസംഗിച്ച്. നാം പറയുന്ന പോലെ വാക്കുകൾ മനുഷ്യന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വചനമാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. എത്ര പറഞ്ഞാലും ദൈവത്തിന്റെ വചനമാണ് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെയും വാക്കുകൾക്ക് ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. പക്ഷെ നമ്മളുടെ സാക്ഷ്യമോ നമ്മളുടെ വാക്കുകളോ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അവരെ ആനയിക്കാൻ കഴിയുമായിരിക്കാം അല്ലെ? യോഹന്നാൻ പറയുന്നത് പോലെ അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് ഗലീലയിലെ കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അടയാളമാണ് അത്. അടയാളം ക്രിസ്തു പ്രവർത്തിച്ച ഒരു മശിഹായിലേക്ക് അവരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സാക്ഷ്യങ്ങളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ മറ്റൊരുത്തനെയും അത് മനസാന്തരത്തിലേക്ക് നയിക്കത്തില്ല. അത് ക്രിസ്തുവിലേക്ക് പോകുവാനായിട്ട് വഴികാട്ടിയായി തീരും. ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ വചനങ്ങളാണ് മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുന്നത്. അത് നമ്മള് അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായതല്ലേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവരും നിങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ എന്ന് പറയുന്നു. ഇനി 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 7-ാമത്തെ വാക്യം. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയില് ഇരുന്നപ്പോഴ് സൗജന്യമായിട്ട് അവർക്ക് സുവിശേഷം പ്രസംഗിച്ചു അല്ലേ? 1.5 വർഷക്കാലം അവിടെ ഇരുന്ന് അക്വിലാസിനോടും പ്രിസ്കില്ലയോടും കൂടെ ഇരുന്ന് കൂടാരപ്പണി ചെയ്തെന്നാ പറയുന്നത്. തൊഴിൽ ഒന്നാകൊണ്ട് പൗലോസ് അക്വിലാസിനോടും പ്രിസ്കില്ലയോടും കൂടെ ചേർന്ന് കൂടാരപ്പണി ചെയ്തായിരുന്നു സുവിശേഷം പ്രചരിപ്പിച്ചത്. അന്നത്തെ കാലത്ത് അവരുടെ പ്രസിദ്ധരായ വചനം പ്രസംഗിക്കുന്നവരൊക്കെ, പ്രസിദ്ധരായ ആൾക്കാരൊക്കെ തങ്ങളുടെ പ്രസംഗത്തിന് ഒരു ചാർജ്, ഭീമമായ ഒരു ചാർജ് ഈടാക്കിയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ പൗലോസ് അപ്പോസ്തലൻ ആ സുവിശേഷം സൗജന്യമായി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരുടെ ശേഷം വന്ന ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഇവരെ പോലെ മോസ്റ്റ് എമിനന്റ് എപ്പിസൽസ് എന്ന് പറയുന്നവരൊക്കെ അവര് ആ സംഘാടകരിൽ നിന്നോ അവര് പ്രസംഗത്തിന് വലിയൊരു തുക ഈടാക്കിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പൗലോസ് സൗജന്യമായി പ്രസംഗിച്ചപ്പോൾ അത് അവർക്ക് നാണക്കേടായി തീർന്നു കാണും. കാരണം പൗലോസ് സൗജന്യമായി പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ അവരിൽ നിന്ന് കാശ് ഈടാക്കിയാണ് ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് അവര് പറഞ്ഞു കാണും പൗലോസ് പാപം ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കുന്നു, അതിൽ ഞാൻ പാപം ചെയ്തോ? ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ താഴ്ത്തുകയിൽ പാപം ചെയ്ത്. അവര് പറയുന്നത് നല്ല നമുക്കറിയാം ഇവിടെ നമ്മുടെ ഇക്കാലത്ത് ഒക്കെ ഒരു സ്റ്റേജിൽ ഒരു മണിക്കൂർ പ്രസംഗിക്കുന്നതിനൊക്കെ കോടികളല്ല ലക്ഷങ്ങൾ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയുള്ള സ്ഥലത്ത് ഒരാൾ വന്ന് അങ്ങനെയുള്ള സ്റ്റേജില് ഒന്നും കൊടുക്കാതെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്തുവാ പറയുന്നേ? അയാൾക്കൊരു വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാളത് വായിക്കുന്നതെന്ന് പറയാം. അത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. കാരണം അവരുടെ പിന്നിൽ പൗലോസിന് ശേഷം അവിടെ വന്ന ഉപദേഷ്ടാക്കന്മാര് വലിയ തുക ഈടാക്കിക്കൊണ്ട് അവരിൽ നിന്നും എന്തിനാ ഇവര് വശീകരണ വാക്കുകളൊക്കെ പറയുന്നത്? അവരുടെ ദൈവം വയറെന്ന് പറയുന്നുണ്ട്. അവരുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാ. അങ്ങനെ നോക്കുമ്പോൾ
പൗലോസ് വാക്സാമർത്ഥ്യം ഒന്നുമില്ല. അവിടെ ഇടയിൽ അവരോട് കൂടെ ചേർന്ന് പണി ചെയ്ത് അവർക്ക് സൗജന്യമായി സുവിശേഷം പ്രസംഗിച്ചു. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തത് എന്നെ തന്നെ ഞാൻ താഴ്ത്തുകയോ എന്ന് ചോദിക്കുന്നു. പൗലോസ് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഏതുമില്ല. ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 9:16. കാരണം ഞാൻ നിർബന്ധത്താലാണ് സുവിശേഷം അറിയിക്കുന്നത്. അവര് നിർബന്ധത്താലൊന്നുമല്ല. അവിടെ 9-ാം അധ്യായം എടുത്തോ. അപ്പൊ അവിടെ ഇടയിലുള്ള കള്ള സുവിശേഷകന്മാരൊക്കെ, അല്ലെ കള്ള അപ്പോസ്തലന്മാരൊക്കെ, സുവിശേഷന്മാരെന്ന് പോലും പറയാനൊക്കില്ല, കള്ള അപ്പോസ്തലന്മാരൊക്കെ അവരുടെ കീശ നിറയ്ക്കാനും അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനൊക്കെയാണ് പിന്നെ വചനം അവരോട് ശുശ്രൂഷിച്ചത്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ അങ്ങനെയൊന്നും അല്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നത്. അവര് നിർബന്ധത്താലൊന്നും അല്ല ചെയ്തത്, തങ്ങളുടെ കീശ നിർമ്മിക്കാനായിട്ടാണ്. 1 കൊരിന്ത്യർ 16. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടം. ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷഘോഷണത്തിലുള്ള അധികാരം മുഴുവൻ ഉപയോഗിക്കാൻ ഞാൻ സുവിശേഷഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. അപ്പം പൗലോസ് പറയുകയാണ്, എന്റെ പ്രതിഫലം നിങ്ങളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നതിന് നിങ്ങളുടെ പ്രതിഫലം ഒന്നും ഞാൻ വാങ്ങിക്കുന്നില്ല. സുവിശേഷ ഘോഷണം സൗജന്യമായി ഞാൻ നടത്തുന്നത് തന്നെയാണ് എന്റെ പ്രതിഫലം. കാരണം എന്റെ പക്കൽ ദൈവം ഒരു പ്രതിഫലം വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തിരി നീതിയുടെ കിരീടം വെച്ചിട്ട്, അതാണ് എന്റെ പ്രതിഫലം. അങ്ങനെ ഒരു നീതിയുടെ കിരീടം കണ്ടു, ക്രിസ്തുവിന്റെ ക്രൂശിനെ കണ്ടു, ക്രിസ്തുവിന്റെ മഹത്വത്തെ കണ്ടു, ഒരു തേജസ്കരണത്തെ മുമ്പിൽ കണ്ട പൗലോസാണ് മറ്റുള്ളവരും ആ നിലയിലേക്ക് വരുവാൻ വേണ്ടി ക്രിസ്തുവിന്റെ സുവിശേഷം സൗജന്യമായി കൊരിന്ത്യരോട് പ്രസംഗിച്ചത്. ഈ നമുക്കറിയാം, സൗജന്യമായി ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വല്ലതും വാങ്ങിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക സഹായം പൗലോസ് വല്ലതും വാങ്ങിയായിരുന്നെങ്കിൽ, ഒന്നും ചെയ്യാഞ്ഞിട്ട് ഇത്രത്തോളം പൗലോസിനെ കുറ്റം പറഞ്ഞവര് എത്രത്തോളം കുറ്റം പറയാം. അപ്പം പൗലോസ് ചെയ്യാതിരുന്നത് തന്നെ ദൈവത്തിന് സ്തോത്രം. ഓക്കെ. അപ്പം പൗലോസ് പറയുകയാണ്, ആ ഒരു അവിടുത്തെ കാലത്ത് അവിടെ ഒരു കൾച്ചർ ആയിരുന്നു, അവിടെ നിന്ന് വലിയ പൈസ വാങ്ങിക്കുക എന്നുള്ളത്. പക്ഷെ പൗലോസ് ഒന്നും ചെയ്യാതെ സൗജന്യമായി അവർക്ക് സുവിശേഷം അറിയിച്ചത് കൊണ്ട് അവരോട് ചോദിക്കുക, ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പാപം ചെയ്തുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള വിശദീകരണം തന്നെയാണ് പൗലോസ് താഴത്തെ വാക്യങ്ങളിലൊക്കെ പറയുന്നത്. നമുക്ക് 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 8-ാമത്തെ വാക്യം നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണല്ലോ. 2 കൊരിന്ത്യർ 11:8. നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റു സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി. പൗലോസ് പറയാ, നിങ്ങളുടെ ഇടയിൽ ഞാൻ സൗജന്യമായാണ് ശുശ്രൂഷ ചെയ്തത്. ഞാന് 1.5 വർഷക്കാലം അവരോട് കൂടെ ഇരുന്നു, വചനം പഠിപ്പിച്ചു, ഞാന് കൂടാരപ്പണി ചെയ്തു, ഞാൻ അധ്വാനിച്ചു, രാവും പകലും അധ്വാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, നിങ്ങളോട് സൗജന്യമായി വാങ്ങാൻ ചെയ്യാൻ കാരണമുണ്ട്, ഞാൻ മറ്റുള്ള സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി എന്ന് പറയുന്നുണ്ട്. എന്ന് മറ്റു സഭകളെ കവർന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നും കവർന്നെടുത്തു എന്നല്ല പൗലോസ് പറയാന്, അത് എന്റെ റൈറ്റ് ആയിരുന്നു. നമ്മള് കൊരിന്ത്യ ലേഖനം വായിക്കുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, സുവിശേഷം അറിയിക്കുന്നു, സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് പറയുന്നു എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പക്ഷെ കൊരിന്ത്യർക്ക് ഒരിക്കലും ഭാരമായി തീരാൻ പൗലോസ് ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യരിൽ സുവിശേഷം സൗജന്യമായി അറിയിച്ചത്. അങ്ങനെ താനെ മറ്റുള്ള സഭകളിൽ നിന്ന് സാമ്പത്തിക സഹായം വാങ്ങിച്ച് താൻ ശുശ്രൂഷ ചെയ്തു എന്നാണ്. തനിക്ക് തന്നെയല്ലായിരുന്നു, പൗലോസിന്റെ കൂടെ നമ്മള് ഒരു സംഘം ആൾക്കാരുണ്ട്. ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ കൂടെ മിഷണറി യാത്രയിൽ ഉണ്ടായിരുന്ന ലൂക്കോസ് അല്ലേ എഴുതുന്നത്, അപ്പോസ്തല പ്രവൃത്തി തന്നെ എഴുതുന്ന ലൂക്കോസാ. ലൂക്കോസ് ഒക്കെ പൗലോസിന്റെ കൂടെ സ്വന്തം സഹചാരിയായി താമസിച്ച ആയിരുന്നു. യോഹന്നാൻ, മർക്കോസ് ഉണ്ടായിരുന്നു, യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസ് ഉണ്ടായിരുന്നു, ശീലാസ് ഉണ്ടായിരുന്നു, തീമത്തിയോസ് ഉണ്ടായിരുന്നു, ബർണബാസ് ഉണ്ടായിരുന്നു. അങ്ങനെ അനേകം ആൾക്കാർ, പേര് പറയപ്പെടാത്ത അനേക സഹോദരന്മാർ പൗലോസുമായി സഞ്ചരിച്ചിരുന്നു. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും
ഭക്ഷണത്തിനും യാത്രയ്ക്കുമുള്ള എല്ലാ സൗകര്യങ്ങളും പൗലോസ് ചെയ്തു കൊടുക്കണം. അങ്ങനെ പൗലോസ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ, അല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു പ്രസംഗം നടത്തണമെങ്കിൽ, അല്ലെ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ 1,00,000 രൂപ 2,00,000 രൂപ ചെലവാക്കുന്ന പോലല്ല, അങ്ങനെയുള്ള കാര്യമല്ലായിരുന്നു. പൗലോസിന് അങ്ങനെ ചെലവൊന്നും ഇല്ലായിരുന്നെങ്കിലും തന്നോട് കൂടെയുള്ളവരുടെ ഭക്ഷണത്തിനും ആഹാരത്തിനുമുള്ള കാര്യങ്ങളും യാത്രയ്ക്കുള്ള സാമ്പത്തിക സഹായമൊക്കെ താന് അങ്ങനെയാണ് ചെയ്തത് എന്നാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. 1 കൊരിന്ത്യർ 9:3 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു. കർത്താവ് തന്നെ സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തോലനും ബർന്നബാസിനും കൂടെയുള്ളവർക്കും എല്ലാം അതിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും ഉപജീവിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല എന്നാണ് 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വായിക്കാം, പഠിച്ചതല്ലേ, വായിച്ചു വിടുന്നതേ ഉള്ളൂ. 1 കൊരിന്ത്യർ 9-ാം അധ്യായം. തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? സ്വന്തം ചിലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ. മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ. ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാർ. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെയൊക്കെ പറയുന്നു. 13-ാമത്തെ വാക്യങ്ങൾ, ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന യാഗപീഠത്തിലെ വഴിപാടുകൾ ഓഹരിക്കാരാകുന്നു എന്നും അറിയുന്നു. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്ന സുവിശേഷത്തിൽ ഉപജീവിക്കണം എന്നും കൽപ്പിച്ചിരിക്കുന്നു. 15-ാമത്തെ വാക്യം, എങ്കിലും ഇത് ഞാൻ ഒന്നും പ്രയോഗിച്ചിട്ടില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ എഴുതുന്നതുമല്ല. ആരെങ്കിലും എന്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. പൗലോസ് അപ്പോസ്തലൻ പറയാം, ഇതെനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇടയിലെ ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെയൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു. അവര് കാശ് വാങ്ങിയിട്ട് അവരുടെ കീശ വീർപ്പിക്കുന്നു. അവരുടെ വയറ് ദൈവമാണ്. അതുകൊണ്ട് അവർ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ സൗജന്യമായി നിങ്ങൾക്കത് തരുമ്പോഴേ ഞാൻ നിങ്ങളോട് സ്നേഹമില്ലാത്തവരെന്നോ ഞാൻ തന്നെത്താൻ താഴ്ത്തേണ്ട ഇത് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതേ ഉള്ളൂ. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ എഴുതുന്നതുമല്ല എന്ന് പറയുന്നത്. എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതുന്നതല്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അത് പറഞ്ഞ എനിക്ക് അധികാരമുണ്ടായിട്ട് ഞാൻ അതൊന്നും പ്രയോഗിച്ചിട്ടില്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, വായിക്കാം. 2 കൊരിന്ത്യർ 12:16. കുറച്ച് വാക്യങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറയുന്നതിനേക്കാളും അർത്ഥം വചനം വായിക്കുമ്പോഴല്ലേ. 12:16, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല, എങ്കിലും ഉപായിയാകയാൽ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കി എന്ന് നിങ്ങൾ പറയുമായിരിക്കും. അങ്ങനെയൊക്കെ പൗലോസ് ഉപായിയാണെന്നൊക്കെ അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചുള്ള വല്ലവനെയും കൊണ്ട് നിങ്ങളോട് വഞ്ചിച്ചെടുത്തുവോ? ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ചു, ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു. തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? നമുക്കറിയാം, ധനസഹായത്തിന് വേണ്ടി നമ്മൾ 8, 9, 10 അധ്യായങ്ങളൊക്കെ പഠിച്ചല്ലേ. ധനസഹായത്തിന് വേണ്ടി തീത്തോസിനെയും കൂടെ 2 സഹോദരന്മാരെയൊക്കെ അയച്ചിരുന്നു. പക്ഷെ അവിടെ വന്ന് കള്ള സഹോദരന്മാര് പറഞ്ഞു കാണും, പൗലോസ് തന്റെ കീശ വീർപ്പിക്കാൻ വേണ്ടിയാണ് അതെ അങ്ങനെയൊക്കെ ധനസഹായം ചെയ്തതെന്നൊക്കെ പറഞ്ഞിരുന്നു. പൗലോസ് പറയും, അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് ഭാരമായി തീരണ്ട എന്ന് വിചാരിച്ച് ഞാൻ സൗജന്യമായത്രേ നിങ്ങളോട് സുവിശേഷം അയച്ചത്. 9-ാമത്തെ വാക്യം, നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഉണ്ടായാറേ ഞാൻ ഒരുത്തിനെയും ഭാരപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ എനിക്ക് മുട്ടുണ്ടായിരുന്നു എന്നല്ല പൗലോസ് പറയുന്നത്, എനിക്ക് മുട്ടുണ്ടായിരുന്ന കൊണ്ടാണല്ലോ 1.5 വർഷക്കാലം കൂടാരപ്പണി ചെയ്യുവാനായിട്ട് പൗലോസിന് കാരണമായി തീർന്നത്. അപ്പൊ എന്നിട്ട് പറയുകയാണ്, മക്കതോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാരത്രേ എന്റെ മുട്ട് തീർത്തത്. ഞാൻ ഒരു വിധനെയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു, മേലാലും സൂക്ഷിക്കും. അപ്പൊ മക്കതോന്യ സഭകള് പൗലോസിനെ പല വിധത്തിലും സഹായിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് ചിലപ്പോൾ മക്കതോനിയിൽ നിന്ന് സഹോദരന്മാർ എന്ന് പറഞ്ഞത് ശീലാസിനെയും തീമത്തിയോസിനെയും ഉദ്ദേശിച്ചായിരിക്കാം. കാരണം അപ്പോസ്തലപ്രവൃത്തികൾ 18:5 ഇങ്ങനെ പറയുന്നുണ്ട്, എടുക്കണ്ട, ശീലാസും തീമത്തിയോസും മക്കതോനിയിൽ വന്നാറേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മക്കതോനിയ സഭകൾ അങ്ങനെ പൗലോസിന് വേണ്ടി ധനസഹായം, സുവിശേഷ പ്രചരണത്തിന് വേണ്ടി ധനസഹായം ചെയ്തായിരിക്കും മക്കതോനിയയിൽ നിന്ന് സഹോദരന്മാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം, മക്കതോനിയ സഭകൾ ഏതൊക്കെയാ? തെസലോനിക്ക സഭ, ബരോവ, ഫിലിപ്പിയ, തെസലോനിക്ക, അല്ലെ? അങ്ങനെ
ആ സഭകള്, മക്കതോന്യ സഭകള് പൗലോസിനെ സഹായിച്ചിരുന്നു. പക്ഷെ കൊരിന്ത്യരിൽ നിന്ന് പൗലോസ് ഒരു സഹായവും ആവശ്യപ്പെട്ടില്ല. ഈ സഭകൾ ആരും പൗലോസിനെ കുറ്റം പറയുന്നതായിട്ടും വിധിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നില്ല. കൊരിന്ത്യ സഭ മാത്രമേ ഉള്ളൂ പൗലോസിനെ വിധിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. ഫിലിപ്പി ലേഖനം 4:15 വായിക്കാം. ഫിലിപ്പ്യരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കതോന്യയിൽ നിന്ന് പുറപ്പെട്ടാറ് നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. അപ്പം പൗലോസ് പറയുകയാണ്, ആ മക്കതോന്യ സഭകളെല്ലാം പൗലോസിനെ സഹായിച്ചു. കാരണം ഞാൻ നിങ്ങളുടെ സഭയിൽ അടുക്കൽ ഇരുന്നപ്പോൾ മറ്റുള്ള സഭകളെ കവർന്ന് അവരോട് ഞങ്ങൾ സഹായം അപേക്ഷിച്ചു. എന്ന് വെച്ചാൽ ഞാൻ മക്കതോന്യ സഭകള് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ഞാൻ കൂടാരപ്പണിയും ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വേല ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് സൗജന്യമായി സുവിശേഷം അറിയിച്ചത് എന്ന് പറയുന്നു. 10ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 10ാമത്തെ വാക്യം. പൗലോസ് അത് കഴിഞ്ഞ് പറയല്ലേ, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീരാതിരിക്കാൻ ഇനിയും സൂക്ഷിക്കും. പൗലോസിന്റെ ദൃഢനിശ്ചയമാണ്. പൗലോസ് ഓൾറെഡി 2 പ്രാവശ്യം കൊരിന്ത്യയിൽ വന്നു. ആ 2 പ്രാവശ്യം ഭാരമായി തീർന്നില്ല. ഇനി 3ാമത് പ്രാവശ്യം വരാനായിട്ട് ഇരിക്കുന്ന നമ്മൾ 12, 13 അധ്യായങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ഭാരമാകാതിരിക്കാൻ ഇനിയും സൂക്ഷിക്കും. ഇനിയും സൂക്ഷിക്കും എന്നുള്ളത് പൗലോസിന്റെ ദൃഢനിശ്ചയം. ഇനി ഞാൻ വന്നാലും നിങ്ങളിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിക്കുന്ന സഹായം ഒന്നും വാങ്ങിക്കില്ല എന്നാണ് പറയുന്നത്. 10ാമത്തെ വാക്യം. എന്നിലുള്ള ക്രിസ്തുവിന്റെ സത്യത്താണ് ആഖായ പ്രദേശങ്ങൾ ഈ പ്രശംസ എനിക്ക് ആരും ഇല്ലാതാക്കിയില്ല. നമ്മൾ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അത് പറയാനായിട്ട് പൗലോസ് ആണയിടുവാണോ എന്നൊക്കെ ചോദിക്കും. അത് അങ്ങനെയല്ല. അതിന്റെ അർത്ഥം മലയാളം POC ബൈബിൾ പറയുന്നത്, ക്രിസ്തുവിന്റെ സത്യം എന്നിലുള്ളത് കൊണ്ട് എൻ്റെ ഈ പ്രശംസ അഖായ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കില്ല. എൻ്റെ ക്രിസ്തുവിന്റെ സത്യത്താണെന്ന് പറയുന്നത് ഇവിടെ ക്രിസ്തുവിലുള്ള സത്യം എന്നിലുള്ളത് കൊണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത് ആസ് ദ ട്രൂത്ത് ഓഫ് ക്രൈസ്റ്റ് ഇൻ മീ, ക്രിസ്തുവിന്റെ സത്യം എന്നിലുള്ളത് കൊണ്ട്. അപ്പം പൗലോസ് കൊരിന്ത്യരുടെ ഇടയിൽ താമസിച്ചപ്പോൾ കൊരിന്ത്യരോട് സൗജന്യമായാണ് സുവിശേഷം പ്രസംഗിച്ചത് എന്നുള്ള പ്രശംസ. ഏത് പ്രശംസയാ? ക്രിസ്തുവിന്റെ സത്യത്താണ്, ക്രിസ്തുവിന്റെ സത്യം എന്നിൽ ഉള്ളത് കൊണ്ട് എൻ്റെ ഈ പ്രശംസ. ഏത് പ്രശംസയാ? ക്രിസ്തുവിന്റെ സുവിശേഷം കൊരിന്ത്യരോട് പൗലോസ് സൗജന്യമായിട്ടാണ് അറിയിച്ചത് എന്നുള്ള പ്രശംസ ആഖായ പ്രദേശങ്ങളിൽ എല്ലാവർക്കും അറിയാം. അത് ആരും ഇല്ലാതാക്കുന്നില്ല. നമ്മൾ പറഞ്ഞ രഹസ്യമായ പരസ്യം എന്നൊക്കെ പറയുന്ന പോലെ ഇത് തന്നെ അവർക്കെല്ലാവർക്കും അറിയാം. ഞാൻ കൊരിന്തിൽ ഇരുന്നപ്പോൾ അവരിൽ നിന്നും ഒന്നും ധനസഹായം എടുക്കാതെ സൗജന്യമായിട്ടാണ് കൊരിന്ത്യരോട് ദൈവവചനം ശുശ്രൂഷിച്ചത് എന്ന് ആഖായ പ്രദേശങ്ങളിൽ എല്ലാവർക്കും അറിയാം. ആഖായ പ്രദേശം കൊരിന്ത് അഖായയിൽ ഉൾപ്പെട്ടതാണ്. അവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം തൻ്റെ ആവശ്യങ്ങളെക്കാൾ അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിമുട്ടുകളെക്കാൾ സുവിശേഷം അറിയിക്കുന്നതായിരുന്നു പൗലോസിന്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരുടെ സാമ്പത്തിക സഹായം നേടുന്നതിലല്ല, താൻ സുവിശേഷം ക്രൂശിന്റെ വചനം പ്രസംഗിക്കാനാണ് പൗലോസ് പറഞ്ഞത്. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ജ്ഞാനം ഒന്നും അല്ല, എനിക്ക് ജ്ഞാനമൊക്കെ ഉണ്ട്, പക്ഷെ ഞാനൊന്നും നിങ്ങളുടെ ഇടയിൽ പ്രയോഗിച്ചില്ല. ഇത്രയും പറയാതെ തന്നെ പൗലോസിനെ ക്രൂശിക്കുന്നവരായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പൗലോസ് പറയുകയാണ്, എൻ്റെ ബലഹീനതയുടെ അവസ്ഥയിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഞാൻ നിങ്ങൾക്ക് ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് മറ്റുള്ള സഭകളോട് കവർന്നതല്ലാതെ നിങ്ങളിൽ നിന്ന് ഒരു ധനസഹായവും ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുവാനായിട്ടാണ് എൻ്റെ ആഗ്രഹം. അഖായ പ്രദേശങ്ങളിലുള്ള കൊരിന്തിന്റെ അല്ലെങ്കിൽ ഗ്രീസിന്റെ മറ്റ് സ്ഥലങ്ങളിലുള്ളവരെ, ആ കൊരിന്ത്യ പ്രദേശങ്ങൾ ഉൾപ്പെട്ടവർക്ക് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാൻ ഞാൻ നിങ്ങളിൽ നിന്ന് ധനസഹായം വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത്. ഓക്കെ, 11ാമത്തെ വാക്യം. 11. അത് എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കായകയുണ്ടോ? ദൈവം അറിയുന്നു. എന്തുകൊണ്ടാ? അത് ഞാൻ നിങ്ങളോട് സൗജന്യമായി നിങ്ങൾക്ക് സുവിശേഷം അറിയിച്ചത്.
ഞാൻ നിങ്ങളെ സ്നേഹിക്കായികൊണ്ടോ എന്ത്, അത് ചോദ്യമാണല്ലേ. അത് നമുക്കറിയാം പൗലോസ് അവരെ ആഴമായിട്ട് സ്നേഹിച്ചിരുന്നല്ലേ. സ്നേഹിക്കാനും കാരണമുണ്ട്. കർത്താവ് പൗലോസിനോട് ദർശനത്തിൽ പറഞ്ഞതാ, അവിടെ എനിക്ക് വലിയൊരു ജനമുണ്ട്, ഒരു നല്ലൊരു ജനമുണ്ട്, വളരെ ജനമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പൗലോസ് ഇത്രത്തോളം പ്രതിഷേധങ്ങളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും കൊരിന്ത്യയിൽ ഇരുന്ന് വചനം ശുശ്രൂഷിക്കാനായിട്ട് ഇടയായി തീർന്നത്. അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും അവരെ വചനത്തിൽ ഉറപ്പിക്കാനും ഒക്കെ കാരണമായി തീർന്നു. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരെ അവരാകണമെങ്കിൽ അതുപോലെ ആ പൗലോസ് അപ്പോസ്തലൻ കൂടെ ഇരുന്ന് അവരെ വചനം പഠിപ്പിച്ചു. അപ്പം പൗലോസ് പക്ഷെ അന്നും അവരാൽ വിമർശിക്കപ്പെട്ട് കാണും. അതുകൊണ്ടാണ് പൗലോസ് അവരിൽ നിന്ന് സഹായം വാങ്ങാഞ്ഞത് ചിലര്. അപ്പൊ ഇപ്പൊ അവരുടെ പ്രശ്നം എന്തുവാണ്? പൗലോസ് അവരെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് പൗലോസ് അവരിൽ നിന്നും സഹായം വാങ്ങാത്തത് എന്ന് അവര് പറയുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇടയിലുള്ള സുവിശേഷന്മാര് അവരിൽ നിന്ന് സഹായം വാങ്ങുന്നുണ്ട്. അവരത് ലജ്ജിപ്പിക്കുക അല്ലെ. അവർക്കത് ലജ്ജയാ. കാരണം പൗലോസ് സൗജന്യമായിട്ട് 1.5 വർഷക്കാലം അവരോട് സുവിശേഷം അറിയിച്ചു. അത് കഴിഞ്ഞ് വന്നവർ അവരിൽ നിന്നൊരു ഭീമമായ പൈസ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ അവര് പറയുന്നത്, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, പൗലോസ് നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടാ നിങ്ങൾക്ക് സൗജന്യമായി സുവിശേഷം അറിയിച്ചതെന്ന് പറയുന്നു. അപ്പൊ പൗലോസ് ചോദിക്കുക, അതെന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കായികൊണ്ടോ? കൊണ്ടൊന്നുമല്ല, ദൈവം അറിയുന്നു ഞാൻ എങ്ങനെയാണ് സുവിശേഷം അറിയിച്ചത് എന്ന് എന്റെ മനസ്സ് ദൈവം അറിയുന്നു എന്ന് പറയുന്നു. ഓക്കെ, 12ാമത്തെ വാക്യം. എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്ന മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ പോലെ തന്നെ ആകട്ടെ. ഏത് വിധത്തിലും പൗലോസിനെ നിന്ദിക്കാൻ അവര് കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ അവരോട് പറയുകയാണ്, ആ എതിരാളികളെ, പൗലോസിന്റെ എതിരാളി ഏത് വിധത്തിലും പൗലോസിനെ നിന്ദിക്കാൻ കാരണം സൗജന്യമായി ചെയ്താലും പ്രശ്നം, ഇപ്പൊ പൈസ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും പ്രശ്നമായി തീർന്നേനെ. അവരോട് പറയുകയാണ്, അവര് എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർ കാരണം അറുത്ത് കളയുന്നത് ഞാൻ മേലാലും ചെയ്യും. മേലാലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങളുടെ ഇടയിൽ വന്ന് സുവിശേഷം അറിയിക്കാൻ വേണ്ട വന്നാലും ഞാൻ സൗജന്യമായി തന്നെ സുവിശേഷം അറിയിക്കും. എന്നിട്ട് പറയുകയാണ്, അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ പോലെ ആകട്ടെ. അവരെന്തോ പ്രശംസിക്കുന്നത്? നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്നത് ഒക്കെ പറയുന്നുണ്ട്. എങ്കിൽ അവര് പൗലോസിനെയൊക്കെ താഴ്ത്തി കെട്ടുകയാണ് ചെയ്യുന്നത്. പൗലോസ് അവരെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് സഹായം വാങ്ങിക്കുന്നതെങ്കിലും പറയുകയാണ്, അവരവർ പ്രശംസിക്കുന്നുണ്ടല്ലോ, അവര് നിങ്ങളെ സ്നേഹിക്കുന്നെന്നോ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവര് പ്രശംസിക്കുന്ന കാര്യത്തിൽ അവർ ഞങ്ങളെ പോലെ ആകട്ടെ. എന്ന് വെച്ചാല് അവരും ഞങ്ങളെ പോലെ സൗജന്യമായ സുവിശേഷം അറിയിക്കട്ടെ. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവര് പറയുകയാണ്, ഇപ്പം പൗലോസിന് അവരോട് സ്നേഹമില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവരെ പോലെ കൺസേൺ ഇല്ലാത്തത് കൊണ്ടാണ് പൗലോസ് സൗജന്യമായി അവരോട് സുവിശേഷം അറിയിക്കുന്നത്. എങ്കിലും പൗലോസ് പറയാ, എങ്കിലും അവരും എങ്കിൽ ഞങ്ങളെ പോലെ ആകട്ടെ, അവരും സൗജന്യമായി ഞങ്ങളോട് സുവിശേഷം അറിയിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ പ്രശംസയ്ക്ക് വക ഇല്ലാതാക്കിയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം എന്നെ നിന്ദിപ്പാൻ കാരണം അവർ ഏത് വിധയിലും കാരണം അന്വേഷിക്കുക. അവരോട് കാരണം മറുത്തു കളയേണ്ടതിന് ഞാൻ ഇതുപോലെ തന്നെ ചെയ്യും. ഞാൻ സൗജന്യമായി തന്നെ വചനം സുവിശേഷിക്കും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ പോലെ ആകട്ടെ, അവരും സൗജന്യമായി തന്നെ സുവിശേഷം ചെയ്യട്ടെ പറയുന്നു. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. 13ാമത്തെ വാക്യം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമാണ്. ഇങ്ങനെ പറയുന്നവരെല്ലാം കള്ള അപ്പോസ്തലന്മാരാണ്. ഓക്കെ, അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്താൽ അയക്കപ്പെട്ടവരല്ലേ. ഒരു നിയോഗം അനുസരിച്ച് ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് പറയാനായിട്ട് അയക്കപ്പെട്ടവരാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഇവരുടെ കള്ള അപ്പോസ്തലന്മാർ അവർ സ്വയമായി ആ സ്ഥാനം ഏറ്റെടുത്തവരായിരിക്കും. അതുകൊണ്ടല്ലേ നമ്മള് 4ാമത്തെ വാക്യം പറഞ്ഞു, ഒരുത്തൻ വന്ന്, അപ്പോസ്തലനല്ല വന്ന്, ഒരുത്തൻ വന്ന്, ആരും അയക്കാതെ ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചെന്നാ അവര് പറയുന്നത്. അപ്പം അവര് സ്വയം ആ പദവി ഏറ്റെടുത്തതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ആ പദവിയിൽ അവരെ ആക്കിയതായിരിക്കാം. അപ്പൊ അങ്ങനെയാണ് അവര് പറയുന്നത്. അവര് പറയുന്നു, അവരെ ഞങ്ങൾ മോസ്റ്റ് എമിനന്റ് അപ്പോസ്റ്റൽസ് ആണ്, ഞങ്ങള് അതിശ്രേഷ്ഠയുള്ള അപ്പോസ്റ്റലന്മാരൊക്കെ പറയുന്നു. അവരെ അങ്ങനെ പറയുന്നവരാരാ? കപട വേഷക്കാർ. പൗലോസ് പറയുക,
ആ പാപികളെ ഞാൻ ഒന്നാമനെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലൊക്കെ സുവിശേഷം അറിയിച്ചതല്ലേ. ഞാൻ നിങ്ങളെ പോലെ ഒരുത്തനാണെന്ന് പറഞ്ഞുകൊണ്ടാ പൗലോസ് സുവിശേഷത്തെ. ഇവര് പറയാ നിങ്ങൾ വലിയ ആൾക്കാരാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നവര് കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ. അത് ആശ്ചര്യവുമല്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അങ്ങനെയല്ലേ? മത്തായി സുവിശേഷം 7:15. അന്നത്തെ കാലത്ത് കർത്താവിന്റെ സമയത്തും ഉണ്ടായിരുന്നു. മത്തായി 7:15, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. ചെന്നായ്ക്കളുടെ വേഷം പൂണ്ടല്ല വരുന്നത്, ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുടുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ. അപ്പൊ അവരുടെ വേഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരറിയാം, വേഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവര് വലിയ ആൾക്കാരാണെന്ന്. പക്ഷെ അവരുടെ ഫലം കൊണ്ടാണ് അവരെ തിരിച്ചറിയുന്നത്. അപ്പൊ ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞല്ലോ, അവരുടെ ദൈവം വയറ് അവര് കീശ നിറയ്ക്കാൻ വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് മനുഷ്യരെ പ്രസാദിപ്പാൻ മാത്രമേ കഴിയുള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തതാണോ? അത് ദൈവം അറിയുന്നു, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയുന്നു. നമുക്കറിയാം ഇതിന്റെയൊക്കെ കള്ള അപ്പോസ്തലന്മാരും കപട വേലക്കാരുടെ ഒക്കെ പിറകിൽ പ്രവർത്തിക്കുന്നത് ഒരു അന്ധകാര ശക്തിയാണ്, അല്ലെ? വചനം പറയുന്ന ഒരു അന്ധകാര ശക്തിയാണ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. കർത്താവ് പറയുന്നത് അവർ ഫോഷ്ക്ക് പറയുന്നവർ എന്നാ പറയുന്നത്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8:44 വായിച്ചു വിടാം, നമുക്ക് 3-4 മിനിറ്റ് അല്ല ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8:44, അവർ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു, അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നുമില്ല. അവൻ ഫോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഫോഷ്ക്ക് പറയുന്നവന് അതിന്റെ അപ്പനും ആകുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്നിട്ട് അവര് എന്ന് പറയുന്ന അവരിൽ പ്രവർത്തിക്കുന്നത് അത് അന്ധകാര ശക്തിയാണ്. അതുപോലെ തന്നെ അവരുടെ സന്ദേശങ്ങൾ ആകർഷിക്കത്തക്ക സന്ദേശങ്ങളാണ്. നമ്മള് തീമോഥെയോസിന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്, 1 തീമോഥെയോസ് 4:1. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ, ആ കപടത്താലാണ് സർപ്പം ഹവ്വായ ഉപായത്താൽ വശീകരിച്ചതുപോലെ മുഖസ്തുതി പറയുന്നവർ അവരെ ഭക്തി അഭിനയിക്കുന്നവരാണെന്ന് തീമോഥെയോസ് ലേഖനത്തിൽ പറയും. ചക്കരവാക്കും മുഖസ്തുതിയും പറയുന്ന 2 തീമോഥെയോസ് 3:5. 2 തീമോഥെയോസ് 3:5, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. വീടുകളിൽ നുണ കണക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനം. അത് പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ബുദ്ധി ഇല്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത്, ദൈവജ്ഞാനം ഇല്ലാത്തവരെ കുറിച്ചാണ്. പെണ്ണുങ്ങളെ കുറിച്ചൊന്നും അറിയില്ല പറയുന്നത്. പെണ്ണുങ്ങളെ അല്ലെങ്കിലും സാത്താൻ, ആദമല്ലല്ലോ പരീക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട് തീമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ. ഹവ്വ തന്നെയല്ലേ പരീക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ടല്ലേ. അതുപോലെ ഹവ്വ പരീക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോഴും പെണ്ണുങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, അത് പരിജ്ഞാനമില്ലാത്തവരെ കുറിച്ചാണ്, സത്യത്തിന്റെ പരിജ്ഞാനം ഇല്ലാത്തവരെ കുറിച്ച്. അവർ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയമായി നടക്കുന്നത്. അങ്ങനെ പരിജ്ഞാനമില്ലാത്തവരെ, സാധുക്കളെ, റോമർ ലേഖനത്തിൽ 15 സാധുക്കളെ വശീകരിക്കുമെന്ന് പറയുന്നുണ്ട്, അല്ലെ? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സാധുക്കളായ മനുഷ്യർ, ബുദ്ധിയില്ലാത്ത മനുഷ്യർ, ജ്ഞാനമില്ലാത്ത മനുഷ്യരെയൊക്കെ അവര് വശീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, ഇവരെ സൂക്ഷിക്കണമെന്ന് പറയുന്നു. യോഹന്നാൻ 4:1. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് തള്ളിയോ എന്ന് നമ്മള് പരിശോധിക്കണം. എന്തോ അവരെ പരിശോധിക്കണ്ടേ? അവരെ കണ്ട് അവരെ ശോധന ചെയ്യുകയല്ല ചെയ്യുന്നത്. അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവരെ ശോധന ചെയ്യുകയെന്നല്ലേ, അവരുടെ മെസ്സേജസിനെയാണ് ശോധന ചെയ്യേണ്ടത്. അവരുടെ പ്രസംഗങ്ങൾ എന്നെ ദൈവത്തിങ്കലേക്കാണോ നടത്തുന്നത്, അല്ല ലോകത്തിലേക്കാണോ, അല്ലോ അവരിലേക്കാണോ നടത്തുന്നതെന്ന് നോക്കണം. കാരണം എന്റെ മെസ്സേജസ്, അല്ലെ ഞാൻ പറയുന്ന മെസ്സേജസ്, അല്ലെ ആരെങ്കിലും ദൈവമക്കൾ പറയുന്ന മെസ്സേജുകൾ, ആ മെസ്സേജ് നമ്മെ
ക്രിസ്തുവിലോട്ടാണോ നയിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രസംഗിക്കുന്നവരിലേക്കാണോ നയിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിലേക്കാണോ നയിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു ശക്തിയിലേക്കാണോ നയിക്കുന്നത് എന്ന് നാം വിവേചിച്ചറിഞ്ഞു. അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുകയേ മതിയാവും. 1 യോഹന്നാൻ 4:5 പെട്ടെന്ന് വായിച്ചു വിടാം. 1 യോഹന്നാൻ 4:5-6. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതു എന്നും വഞ്ചനയുടെ ആത്മാവ് ഏതു എന്നും നിങ്ങൾക്ക് അറിയാം. ഇതിനാൽ നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കാത്ത ഏതൊരു വചനവും അത് ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. പിന്നെ അടുത്തത്, അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ ചെയ്തെന്നിരിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല, അവരുടെ മെസ്സേജസ് ആണ്. കാരണം എന്നെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. നമുക്കറിയാം ഇക്കാലത്ത് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ അത് ദൈവത്തിങ്കിലേക്ക് നടത്തുന്നില്ല. പക്ഷെ നമുക്ക് റെവലേഷനിൽ കാണുവാനായിട്ട് കഴിയും, സാത്താൻ അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ അധികാരം കൊടുത്തു എന്ന് നമുക്ക് കാണുന്നുണ്ട് അല്ലേ? നമുക്കൊന്ന് വായിക്കാം. റെവലേഷൻ 13:2. വെളിപ്പാട് 13:2. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനുള്ള അധികാരങ്ങളും കൊടുത്തു. നമുക്കറിയാം റെവലേഷനിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു പ്രതിമ സ്ഥാപിക്കുകയും പ്രതിമയ്ക്ക് മിണ്ടുവാനുള്ള സംസാരിപ്പാനുള്ള അധികാരം കൊടുത്തു. പ്രതിമ സംസാരിക്കുന്നതായി കാണുന്നുണ്ട്. നമ്മള് പുറപ്പാട് പുസ്തകത്തിലൊക്കെ കാണുമ്പോഴേ മോശ ഉണ്ടാക്കിയ സർപ്പത്തെ, അല്ലെങ്കിൽ മോശയുടെ വടി സർപ്പമായി തീർന്നു എന്നുള്ള ദൈവം ഫറവോന്റെ മുമ്പിൽ കാണിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ അവിടുത്തെ മന്ത്രവാദികളും എന്തോ ചെയ്തു? വടിയെ സർപ്പമാക്കിയില്ലേ? അതുപോലെ തന്നെ ആദ്യം ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും അവർക്ക് പേരുണ്ടാക്കാൻ ഒക്കുമായിരുന്നു. അവര് രക്തത്തെ വെള്ളമാക്കി, അങ്ങനെയുള്ള എല്ലാം അവർ ചെയ്തു. ഇതൊക്കെ ചെയ്യുന്ന ഈ അത്ഭുതങ്ങളിലും അടയാളങ്ങളുടെയും ഇടയിൽ പോകുന്നവരെ ഇപ്പോഴും നടക്കുന്നത് തന്നെയാണ്. അതൊന്നും ദൈവാത്മാവിനാൽ അല്ല. അത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞ് ചെയ്യുന്നവരൊക്കെ. പക്ഷെ നമ്മൾക്കറിയാം, സത്യവചനം പ്രസംഗിക്കുന്നിടത്ത്, സൗമ്യമായി സംസാരിക്കുന്നിടത്ത് പോലും ഭൂതങ്ങൾ അലറിപ്പോവുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയും ചെയ്യും. വചനം കേട്ടിരിക്കുന്ന എത്രയോ സമയങ്ങൾ എനിക്ക് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. എനിക്കറിയാം, അത് നമുക്ക് എല്ലാവർക്കും അനുഭവമാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ ആത്മാവിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ജനക്കൂട്ടം കൂടുന്നിടത്ത് വശീകരണ വാക്കുകളാൽ മനുഷ്യരെ നടത്തുമ്പോൾ അവരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നത് വ്യാജത്തിന്റെ വശീകരണ വാക്കുകളും അന്ധകാര ശക്തികളും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ തിരുവചനം തന്നെയാണ്. നമുക്ക് ഫറവോന്റെ കൂടെയുള്ള മന്ത്രവാദികൾ മോശ ചെയ്തതുപോലെ എല്ലാവർക്കും രക്തത്തെ വെള്ളമാക്കുവാൻ കഴിഞ്ഞു, വടിയെ സർപ്പമാക്കുവാൻ കഴിഞ്ഞു. ഇന്നും മനുഷ്യരെ അവരിലേക്ക് നയിക്കാനായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ആത്മാവെന്ന് പറഞ്ഞ് പൗലോസും മറ്റു കൂട്ടുള്ളവരും പ്രസംഗിക്കാത്ത, നമുക്ക് ബൈബിളിൽ കാണാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയും, അതുപോലെ തന്നെ ഞങ്ങൾ ആത്മാക്കൾ എന്ന് പറഞ്ഞ് ആത്മാക്കൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആത്മാവിനെ പ്രസംഗിക്കുകയും, അവര് കർത്താവ് പറയാത്ത സുവിശേഷം, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയാത്ത സുവിശേഷം ഒക്കെ പറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. അവർക്ക് അവരുടെ അപ്പോസ്തലന്മാർ കള്ളവേലക്കാർ, യേശുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ, അവരുടെ മെസ്സേജസ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യണം. നാം ചെയ്യേണ്ടത് യോഹന്നാൻ പറഞ്ഞതുപോലെ സകലവും ദൈവത്തിൽ നിന്ന് ഉള്ളതോ എന്ന് സൂക്ഷിക്കണം. സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ ആദിയിലും സംഭവിച്ചത് അങ്ങനെയാണ്. വശീകരണ വാക്ക്, ഒരു മിനിറ്റ് ഉണ്ട്, വശീകരണ വാക്കുകളാൽ ഹവ്വായെ ചതിക്കുകയാണ് ചെയ്തത്. അപ്പൊ പത്രോസ് അപ്പോസ്തലനും എല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. അവരൊക്കെ വചനങ്ങളൊക്കെ എഴുതിയത്, അവർ ലേഖനങ്ങളൊക്കെ എഴുതിയത് എന്തുകൊണ്ടാ? അന്ത്യ നാഴികയാകുന്നു, പലരെയും ചതിച്ചു കളയാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് നിങ്ങള് അതിന്റെ ഇതിലൊന്നും പോകരുത്. നിങ്ങള് ദൈവവചനം അനുസരിച്ച് നടക്കുക. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്കൊന്ന് പോകാം. 1 പത്രോസ് 2:1, 1, 2, 3. 1 പത്രോസ് 2. ആകയാൽ
സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. അപ്പൊ നമുക്കും ഇപ്പോഴും അത് തന്നെയാ വേണ്ടത്. വചനം അറിയുക, വചനം ശോധന ചെയ്യേണ്ട കാര്യമില്ല, അവരുടെ വാക്കുകളെ ശോധന ചെയ്യുക. പൗലോസ് അപ്പോസ്തലൻ സംസാരിച്ച സമയത്ത് പോലും ആ ബെരോവയിലെ ഉത്തമന്മാർ എന്ന് വിളിക്കപ്പെട്ടവർ പൗലോസിന്റെ വചനങ്ങളെ പോലും അത് തിരുവനത്തിലുണ്ടോ എന്ന്, ന്യായപ്രമാണത്തിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്തവരാണ്. അതുപോലെ നമ്മളും ഈ കേൾക്കുന്ന വചനമെല്ലാം, വെളിയിൽ കേൾക്കുന്ന എല്ലാം അങ്ങ് ചവച്ചിറക്കി കളയാതെ ദൈവത്തിൽ നിന്നുള്ളതോ എന്നും വചനത്തിന് അടിസ്ഥാനമായതാണോ എന്ന് ശോധന ചെയ്യുക. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന് ദൈവവചനം പറയുന്നുണ്ടല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊക്കെ പഠിക്കാം. ദൈവം നമ്മളെ ഈ വാക്കുകൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദ്യമായി ഇരിക്കട്ടെ. നമ്മള് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ യഹൂദയുടെ പാപം ഇരുമ്പഴത്താണിയാലും വജ്രമുന കൊണ്ട് എഴുതിയിരുന്നത് പോലെ അത് പാപമാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങൾ ഇരുമ്പഴത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതിയിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.